നമസ്കാരം. 133 ദിവസത്തെ ലോകയാത്രാ പാക്കേജുമായി കടലിലുള്ള ആഡംബര ക്രൂയിസ് കപ്പലായ ഐഡ ദ്വീപയിൽ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ആകെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. US, UK, ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക, പോർച്ചുഗൽ, മെക്സിക്കോ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടെ 26 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഐഡ ദ്വീപ നവംബർ 10 ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നാണ് പുറപ്പെട്ടത്. കപ്പലിലെ 95 യാത്രക്കാർക്കും 6 ജീവനക്കാർക്കുമാണ് രോഗബാധ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചത്. നവംബർ 30 ഇവിടെ ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. പിന്നാലെ കൂടുതൽ പേരിലേക്ക് രോഗം പടരുകയായിരുന്നു. മിയാമിയിൽ നിന്നും കൊസുമെല്ലിലുള്ള യാത്രാമധ്യേയാണ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. അതിനാൽ തന്നെ അമേരിക്കയിൽ നിന്നാവും രോഗകാരിയായ വൈറസ് കപ്പലിനകത്തേക്ക് കടന്നതെന്ന് കരുതുന്നു. അമേരിക്കൻ ആരോഗ്യ ഏജൻസിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ കപ്പൽ യാത്ര തുടരുന്നത്. മാർച്ച് 23 കപ്പൽ നിശ്ചയിച്ച പ്രകാരം ഹാംബർഗിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US, UK, ജപ്പാൻ, ദക്ഷിണാഫ്രിക്ക, പോർച്ചുഗൽ, മെക്സിക്കോ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടെ 26 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന കപ്പലിൽ ഇതിനോടകം തന്നെ അതായത് 100ലധികം യാത്രക്കാർക്കും ജീവനക്കാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇനി എന്താണ് ഇതിന് കാരണമായ നോറ വൈറസ് എന്നുകൂടി നമുക്ക് നോക്കാം. അതായത് ഉദര സംബന്ധമായ അസുഖമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് ഈ നോറ വൈറസുകൾ. ആമാശയത്തിന്റെയും കുടലിന്റെയും ആവരണത്തിന്റെ വീക്കത്തിനും കടുത്ത ഛർദിയും വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നു. ആരോഗ്യമുള്ളവരിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ലെന്നും എന്നാൽ ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് അനുബന്ധ രോഗമുള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമായ അതായത് ജീവന് പോലും ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നോറോ വൈറസ് ഒരു ജന്തുജന്യ രോഗമാണ്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും രോഗം പകരുന്നുണ്ട്. രോഗബാധിതരായ വ്യക്തിയിൽ നിന്നും സ്രവങ്ങളിലൂടെ പുറത്തെത്തുന്ന ഈ വൈറസ് പ്രതലങ്ങളിൽ തങ്ങി നിൽക്കുകയും അവയിൽ സ്പർശിക്കുന്നവയിലൂടെ കൈകളിൽ പടരുകയും ചെയ്യുന്നു. രോഗബാധയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം പടരും. കൈകൾ കഴുകാതെ മൂക്കിലും വായിലും തൊടുന്നതോടെ വൈറസ് ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കും. നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് നോറോ വൈറസ് കൂടുതലായും പടരുന്നത്. പ്രായഭേദമന്യേ എല്ലാവരിലും വൈറസ് ബാധിക്കാം. രോഗബാധിതനായ ആളിന്റെ വിസർജ്യം വഴിയും ഛർദിൽ വഴിയും വൈറസ് പടരും. വളരെ പെട്ടെന്ന് രോഗം പകരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ 12 മുതൽ 48 മണിക്കൂറിനിടയിൽ രോഗലക്ഷണങ്ങൾ ആരംഭിക്കും. 3 ദിവസം വരെ രോഗബാധയുടെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. ഇതിന് പ്രത്യേക ചികിത്സയില്ല. വിശ്രമമാണ് പ്രധാനം. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. വ്യക്തി ശുചിത്വം കർശനമായി പാലിച്ചാൽ ഒരു പരിധിവരെ രോഗം വരാതെ സൂക്ഷിക്കാം. വൈറസ് ബാധിതർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വീട്ടിലിരുന്ന് വിശ്രമിക്കണം. ORS ലായനി, തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവ നന്നായി കുടിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണം. രോഗം മാറി 2 ദിവസങ്ങൾ വരെ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ 2 ദിവസം കഴിഞ്ഞു മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. രോഗികൾ മറ്റുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്യാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം. 1 മുതൽ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ മാറാം. എന്നാൽ അത് കഴിഞ്ഞുള്ള 2 ദിവസങ്ങൾ വരെ രോഗിയിൽ നിന്നും വൈറസ് പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ രോഗം മാറി കുറഞ്ഞത് 2 ദിവസത്തേക്കെങ്കിലും പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം.